ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റിയെക്കുറിച്ചാണ്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബേസും ആവശ്യമില്ലാതെ തന്നെ എല്ലാവർക്കും പഠിക്കാവുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ഏരിയയാണ് പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധ്യത എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം വരുന്നത്. അതായത് നമുക്കൊരു സാധനം കിട്ടാൻ എന്ത് സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാൻ എന്ത് സാധ്യതയുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 3 ചുവന്ന മുത്തുകളും 10 വെളുത്ത മുത്തുകളും ഉണ്ട്. ഓക്കെ, കണ്ണടച്ച് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഒരു മുത്തെടുത്തു. അപ്പോൾ ആ മുത്ത് ചുവന്നതാവാനുള്ള സാധ്യത എത്രയാണ്, അതായത് പ്രോബബിലിറ്റി എത്രയാണ്? ടോട്ടല് 10ഉം 3ഉം 13 എണ്ണം ഉണ്ട്. അതിൽ റെഡ് കിട്ടാൻ 3 ചാൻസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് പി ഓഫ് ഇന്ന് എഴുതും. പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ് ഈക്വൽ ടു 3/30, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി വൈറ്റ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് 10 എണ്ണം കിട്ടും 13 എണ്ണത്തിൽ. ഓക്കെ, അപ്പോൾ 10/13 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ചുവന്നതിനേക്കാൾ വെള്ള കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഇനി വൈറ്റ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് കിട്ടി. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1 10/13 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ ഫോം ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഇത് വരുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ എടുക്കാം. റെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 3/13 ആണ് അല്ലേ. കിട്ടാതിരിക്കാനുള്ള ചാൻസ് 10/13 ആണ്. ഓക്കെ, രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 13/13 1 എന്ന് കിട്ടും. അതായത് നമ്മൾക്ക് കിട്ടാനുള്ള ചാൻസും കിട്ടാതിരിക്കാനുള്ള ചാൻസും കൂടി കൂട്ടിയാൽ 1 കിട്ടും. ഓക്കെ, അതൊരു ജനറൽ ഫോർമുലയാണ്. ഇനി വേറൊരു ടൈപ്പ് സ്പെഷ്യൽ കേസ് പരിഗണിക്കാം. എൻ്റെ കയ്യിൽ 5 പച്ച മുത്തുകൾ ഉള്ളൊരു പാത്രമുണ്ട്. അതിൽ നിന്ന് ഞാനൊരു മുത്തെടുത്തു. അത് റെഡ് ആവാനുള്ള സാധ്യത എത്രയാണ്? ഓക്കെ, ഒരു വെറൈറ്റി ചോദ്യം. അപ്പോൾ ടോട്ടൽ എത്ര ചാൻസ് ഉണ്ട്? 5. നമുക്ക് കിട്ടാൻ റെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഒന്നുമില്ല. 0/5 0 ആണ്. അത് നമുക്ക് കിട്ടൂല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ 0/5 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം പറയാം. പ്രോബബിലിറ്റി വേരീസ് ഫ്രം 0 to 1. ഓക്കെ, അത് 0 നിന്ന് 1 വരെയാണ് അത് വേരി ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്, ഒട്ടും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്, കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, 0 വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും കിട്ടില്ല. 1 വന്നു കഴിഞ്ഞാൽ അതെന്തായാലും നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ സാധ്യത പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന റേഞ്ച് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ വരച്ചു, അതിൻ്റെ 4 സൈഡും ടച്ച് ചെയ്തൊരു സർക്കിളും വരച്ചു. ഓക്കെ, സർക്കിളിൻ്റെ റേഡിയസ് 2 ആണ്. ഒരു ചോദ്യം, കണ്ണടച്ച് നമ്മൾ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് സർക്കിളിൻ്റെ അകത്താവാനുള്ള ചാൻസ് എത്രയാണ്? ഓക്കെ, അതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പുറത്തെ ഫിഗറിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ പുറത്തെ ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നോക്കാം, ഇത് 2 ആണ്. അപ്പോൾ ഇതും 2 ആയിരിക്കും, റേഡിയസ് ആണല്ലോ. 2 to 4 ആണ് സ്ക്വയറിൻ്റെ സൈഡ്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ 16. പുറത്തതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ അകത്തതിൻ്റെ ഏരിയ. ഓക്കെ, അകത്ത ഫിഗർ ഏതാ? സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ ഇന്നലെ പറഞ്ഞു πr². അപ്പോൾ π × 2². ഓക്കെ, അപ്പോൾ 4π/16 ആണ്. കട്ട് ചെയ്യുമ്പോൾ π/4 എന്ന് വരും. പൈയുടെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം വില കിട്ടും. അതാണ് സർക്കിളിൻ്റെ അകത്ത് വീഴാനുള്ള ചാൻസ്. സർക്കിളിൻ്റെ അകത്ത് വീഴാതിരിക്കാനുള്ള ചാൻസ് കാണണമെങ്കിൽ 1 ഇപ്പോൾ കിട്ടിയ ഡെസിമൽ വാല്യൂ കുറച്ചാൽ മതി. ഓക്കെ, ഇതാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. സ്ക്വയറിൻ്റെ അകത്തൊരു ട്രയാങ്കിൾ വന്നു.
ഓക്കെ. അപ്പം ഇതെങ്ങനെ കാണും? സ്ക്വയറിൻ്റെ ഏരിയ 25 ബൈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് 25ൻ്റെ പകുതി എത്രയാണ്? 12.5 ബൈ 25. ഓക്കെ, ഇതെന്ന് പറയുന്നത് ശരിക്കും പകുതിയാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു 2 വെച്ച് ചെയ്യുമ്പോൾ 25/50 എന്ന് കിട്ടും. അത് പകുതിയാണ്, 1/2 ആണ് ചാൻസ്. അതായത് നമ്മളൊരു കുത്തിട്ടാൽ ചിലപ്പോൾ ട്രയാങ്കിൾ അകത്ത് വീഴാം, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രയാങ്കിൾ പുറത്ത് വീഴാം. അങ്ങനെയാണ് സംഭവം. ഹാഫിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഓർത്തത്, നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കോയിൻ ടോസ് ചെയ്യാറുണ്ട്. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനും ടെയിൽ വീഴാനും ഉള്ള ചാൻസ് 1/2 ആണ്. അതായത് ഒരു ഹെഡ് വീഴാം, ഒരു ടെയിൽ വീഴാം. ഓക്കെ, അത് രണ്ടിലേത് വീഴുമെന്ന് നമുക്ക് പകുതി ഉറപ്പേ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇനി ജോമെട്രിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിലും ഒരു ചെറിയ പ്രോബബിലിറ്റിനെ കുറിച്ച് പറയാം. ഒരു സർക്കിളിനെ 8 ആക്കി മുറിച്ചു. ഓക്കെ, അതിലൊരു 3 പോർഷൻ ഷെയ്ഡ് ചെയ്തു. നമ്മൾ ഈ വീലൊന്ന് കറക്കിയിട്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ 3 സ്ഥലത്ത് വീഴാനുള്ള ഒരു ആരോ വന്നു, ഇവിടെ ഒരു ആരോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആരോ ഈ 3 ഷെയ്ഡതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വീഴാനുള്ള ചാൻസ് എത്രയാണ്? ഓക്കെ, അപ്പോൾ ടോട്ടൽ 8 ചാൻസ് ഉണ്ട്, 3 ചാൻസ് ആണ് വീഴാൻ. ഇതാണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.